ഇസൻ പുതിയ വിവരങ്ങൾ വന്നു. 2 പോർ വിമാനങ്ങളെ ഭാരതം ശ്രീനഗറിൽ പാക് പോർ വിമാനങ്ങളെ തകർത്തു. ഷെല്ലാക്രമണം നടത്തുന്നുണ്ട്, ഇപ്പോഴും പ്രകോപനം തുടരുന്നുണ്ട് ഇപ്പോഴും പാകിസ്ഥാൻ. പക്ഷെ നമ്മൾ പാകിസ്ഥാൻ്റെ വ്യോമതാവളങ്ങൾ ലക്ഷ്യമാക്കി കനത്ത തിരിച്ചടി നൽകിയിട്ടുമുണ്ട്. അത് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഏതായാലും അതിലേക്ക് വരാം. അതിനു മുൻപ് കഴിഞ്ഞ ദിവസം IMFൻ്റെ നീക്കം, അതായത് പാകിസ്ഥാന് 8500 കോടി കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. അതിൽ 100 കോടി പണമായി തന്നെ നൽകാം എന്ന് പറയുന്നു. ഭാരതം പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ: ഞങ്ങളതിനെ എതിർക്കുന്നു. പണം നൽകുന്നതിലല്ല ഞങ്ങളുടെ പ്രശ്നം, ആ പണം പാകിസ്ഥാൻ എന്തിനുപയോഗിക്കുന്നു എന്നതിനെ ചൊല്ലിയാണ്, ഭീകരതയെ വളർത്താൻ. അതായത് IMF ഇന്ത്യയുടെ പ്രതിഷേധത്തിനിടയിലും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണ്? പക്ഷേ നിലവിലെ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് 2 ഘട്ടത്തിൽ 2 തരത്തിലുള്ള ഫണ്ടുകളാണ് IMF നൽകാനിരുന്നത്. $1 കോടി അതുപോലെ $1 മില്യൺ ഡോളറിന്റെയും $1.3 ബില്യൺ 2 സഹായ പദ്ധതികളാണ് പാകിസ്ഥാനെ IMFന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകാനിരുന്നത്. ഇതിൽ $1 കോടി സഹായമാണ് ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ. $1 ബില്യൺ സഹായമാണ് ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുന്നത്. ഈ $1 ബില്യൺ സഹായം ലഭ്യമാക്കിയിരിക്കുന്നതിൽ തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഘടകങ്ങളായി അതിനെ തിരിച്ച് നൽകാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ IMFന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഈ യോഗം, ഇന്നലെ IMFന്റെ യോഗം നടന്ന വാഷിംഗ്ടണിൽ യോഗം ആരംഭിച്ച ഉടൻ തന്നെ ഭാരതം ഇക്കാര്യം ഉന്നയിക്കുകയും ഭാരതം ശക്തമായ എതിർപ്പ് പാകിസ്ഥാനെ തുക നൽകുന്നത് സംബന്ധിച്ച് അറിയിക്കുകയും അതിനെ ആ വോട്ടെടുപ്പിൽ നിന്ന്, അത് തീരുമാനമെടുക്കുന്ന വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഇത് കൃത്യമായി IMF റെക്കോർഡ് ചെയ്യുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നും ഭാരതം മുന്നോട്ട് വെച്ച ഒരു ആശയം, ഈ അന്താരാഷ്ട്ര ഫോറങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന തുക പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുകയാണ്, അത് പാകിസ്ഥാൻ ഭീകരതയെ വളർത്തുന്നതിനും അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്നതിനുള്ള ഫണ്ടായി ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് ഭാരതത്തിന്റെ വാദം. ഭാരതം ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായ ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. 1989 മുതൽ വിവിധ ഘട്ടങ്ങളിലായി നൽകിയ തുകകളിൽ പല തുകകളും കൃത്യമായല്ല വിനിയോഗിക്കപ്പെട്ടത് എന്ന കൃത്യമായ വിവരം തന്നെയാണ് ഭാരതം ഇപ്പോൾ IMFന്റെ മുന്നിൽ വയ്ക്കുന്നത്. ഇത്തരത്തിൽ 35 വർഷമായി ലഭ്യമാക്കുന്ന തുക, അതായത് IMF ഉണ്ടായ കാലം മുതൽ IMFന്റെ ഏറ്റവും വലിയൊരു ബോറോവറായി നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ IMFിൽ നിന്നും പണം പിൻവലിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ വൻതോതിൽ തുക ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിൽ 89 മുതൽ, അതായത് 35 വർഷത്തോളമായി തുടർച്ചയായി ഇത്തരത്തിൽ വൻതോതിൽ തുക പാകിസ്ഥാന് ലഭ്യമാക്കുകയും ആ ലഭ്യമാക്കുന്ന തുകയെല്ലാം തന്നെ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു എന്നത് സംബന്ധിച്ച് സംശയങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള യഥാക്രമമായ ഒരു നീക്കങ്ങളെല്ലാം നടക്കുന്നത്, അതായത് ഏത് രീതിയിലാണ് ഈ തുക ഉപയോഗിക്കേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും IMF നൽകുമ്പോൾ പാകിസ്ഥാൻ അതെല്ലാം തന്നെ ലംഘിക്കുകയാണ്. ആ ലംഘിച്ചതിന് ഈ 35 വർഷമായുള്ള കണക്കുകളിൽ അത് കൃത്യമായി സൂചനയുമുണ്ട് എന്ന ഒരു ആരോപണവും കൃത്യമായി മുന്നോട്ട് വെച്ചാണ് ഭാരതം മുന്നോട്ട് നീങ്ങുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നതുപോലെ ഭാരതത്തിന്റെ നയതന്ത്ര നീക്കങ്ങളിലെ അന്താരാഷ്ട്ര സംവിധാനങ്ങളിലൂടെയുള്ള ഇടപെടലിന്റെ ഭാഗമായുള്ള കൃത്യമായൊരു നീക്കത്തിന്റെ ഭാഗമായാണ് ഭാരതം ഈ ഒരു നിലപാട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, കർശനമായ നീക്കങ്ങൾ ഈ IMFന്റെ നടപടികൾക്കെതിരെ ഭാരതം ഉന്നയിക്കുമെന്ന്, പാകിസ്ഥാനെതിരെ ഉന്നയിക്കുമെന്നത് നേരത്തെ തന്നെ കൃത്യമായി സൂചനകൾ ലഭ്യമായിരുന്നു. അത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും അതുപോലെ തന്നെ ധനമന്ത്രാലയത്തിന്റെം എല്ലാം കൂടിയാലോചനാ യോഗങ്ങൾ ഇത് സംബന്ധിച്ച് നടക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ യോഗങ്ങളെല്ലാം നടന്നതിന് ശേഷം കൃത്യമായ ഈ നിലപാട് ഭാരതം IMFൽ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഇപ്പോൾ ലഭ്യമാകിയിരിക്കുന്ന തുക, അതായത് IMF നൽകിയിരിക്കുന്ന തുക ഇനിയും ചില കൃത്യമായ മാനദണ്ഡങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ നൽകിക്കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പല നിർദ്ദേശങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നിർദ്ദേശം, ഈ ഭീകര ആക്രമണങ്ങൾക്ക് കോപ്പുകൂട്ടുന്നതിനുള്ള സംവിധാനങ്ങൾക്കായി ഇത് ദുരുപയോഗം ചെയ്യരുത് എന്ന നിർദ്ദേശം നൽകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ IMFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഭീകരതയ്ക്കായി ഈ ഫണ്ട് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയാൽ തുടർ നടപടികളുടെ ഭാഗമായി അടുത്ത ഫോർഫീച്ചർ നടപടികളിലേക്ക്, അതായത് ഭീകരതയ്ക്കായി ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന പണം തുടർ വായ്പകളിൽ നിന്ന് തിരിച്ചുപിടിക്കാനുള്ള ഒരു നീക്കം പോലും നടത്താൻ IMFന്റെ ഭാഗത്തു നിന്ന് നടപടിയുണ്ട് എന്നൊരു സൂചന ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചില സ്ഥിരീകരണങ്ങളെല്ലാം തന്നെ വരേണ്ടതുണ്ട്. ഔദ്യോഗികമായി അത് അറിയിപ്പ്
മുന്നറിയിപ്പായി വരേണ്ടതുണ്ട്. അങ്ങനെ ഒരു നിലപാട് IMFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഭാരതത്തിന്റെ വലിയൊരു വിജയം തന്നെയാണ്. അത്തരമൊരു വിജയം ഭാരതത്തിനെ, അത്തരമൊരു നീക്കം ഭാരതത്തിനെ നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ IMF അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിൽക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ടെറർ ഫണ്ടിങ്ങിനെ കുറിച്ച് ലോക സംഘടനകൾ, ആഗോള സംഘടനകൾ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന കൃത്യമായൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. അങ്ങനെ നടക്കുകയാണെങ്കിൽ തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും ലഭ്യമാകുന്ന തുക ടെറർ ഫണ്ടിങ്ങായി അല്ലെങ്കിൽ ഭീകരതയ്ക്ക് വേണ്ടി പണം നൽകാനോ ചെലവഴിക്കാനോ ആയി ഉപയോഗിക്കുന്ന സാധ്യത കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ തന്നെ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് മിലിറ്ററിയെ ഏൽപ്പിക്കുന്നതോ അല്ലെങ്കിൽ ISI പോലുള്ള ഇന്റർ സർവീസസ് ഇന്റലിജൻസ് പോലുള്ള സംവിധാനങ്ങളുടെ ഫണ്ടിലേക്ക് അത് മാറുന്നതോ എല്ലാം തന്നെ കർശനമായി തടയുക എന്നൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികൾ IMFനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മിലിറ്ററിയും അതുപോലുള്ള അനുബന്ധ സംവിധാനങ്ങളുടെയും വലിയ ചില അൺഓഡിറ്റഡ് ഫണ്ടുകളിലേക്ക് തുക മാറിപ്പോകാതെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശം IMF നൽകുന്നു എന്ന പ്രധാനമായ ഒരു സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ കുറെ കൂടി സ്ഥിരീകരണങ്ങൾ ഇത് സംബന്ധിച്ച് ഇന്ന് വൈകുന്നേരത്തോടെയോ നാളെയോ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ജിജീഷിലേക്ക് വരാം. ജിജീഷ് കരുണാകരനൊപ്പം ചെയ്തു. ജിജീഷ്, അതായത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് പാകിസ്ഥാന് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അവിടെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്നിനിയും വ്യക്തമല്ലല്ലോ. കാരണം പാക് പ്രധാനമന്ത്രി റബ്ബർ സ്റ്റാമ്പാണ്, പാക് സൈനിക മേധാവിയെ നിയന്ത്രിക്കുന്നത് ഭീകരരാണ്, ഭീകര സംഘടനകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മറുപടി വിവേകപൂർണ്ണമല്ല, അതിവൈകാരികത മാത്രമാണ് എന്ന് വ്യക്തമാകുന്നുണ്ട് ഓരോ ചുവടും. കാരണം അവർ പറഞ്ഞു വിടുന്ന ഡ്രോണുകളെ, അവർ പറഞ്ഞയക്കുന്ന മിസൈലുകളെ, അവരുടെ യുദ്ധവിമാനങ്ങളെയൊക്കെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കുമ്പോഴും അവരിങ്ങനെ ആക്രമണം എന്ന പദ്ധതി മാത്രം മുൻനിർത്തി മുന്നോട്ട് പോവുകയാണ്. നോക്കൂ, പാകിസ്ഥാന് വിവേകമില്ലാത്ത സ്ഥിതിക്ക് നമ്മളത് പറയുന്നുണ്ട് പലപ്പോഴായി. നോക്കൂ, നമുക്ക് യുദ്ധമല്ല പരിഹാരം, നിർത്തൂ, നിങ്ങൾ തുടങ്ങി വെച്ചാൽ അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും, അത്രമാത്രമേ പറയുന്നുള്ളൂ എന്ന് ആവർത്തിച്ച് പ്രതിരോധ മന്ത്രി അടക്കം പറഞ്ഞതാണ്. എന്നിട്ടും പാകിസ്ഥാൻ്റെ ആക്രമണം തുടരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ അവിവേകത്തിന് പിന്നിലെന്താണ്? കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ ഒരു വിവേക ശൂന്യരുടെ നാട് തന്നെയാണ്. അത്തരത്തിലുള്ള നയതന്ത്രജ്ഞർ എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ നയതന്ത്രങ്ങളിൽ യാതൊരു മിടുക്കുമില്ലാത്ത ആളുകൾ, സൈനിക മേധാവിമാരടക്കമുള്ള ആളുകൾ, അവരെല്ലാവരും തന്നെ കഴിവുകേടിന്റെ പര്യായം തന്നെ. ഒപ്പം തന്നെ ബുദ്ധിപരമായ നീക്കങ്ങൾ എടുക്കുന്നതിൽ വളരെ പിന്നിലാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതം പലവട്ടം പറഞ്ഞത്, ഈ നീക്കങ്ങൾ, ഭാരതത്തിനെതിരായ നീക്കങ്ങൾ നടത്തുമ്പോൾ പലവട്ടം ആലോചിച്ച് വേണം അത്തരമൊരു നീക്കം നടത്താൻ. കാരണം തിരിച്ചടി അത് ഭയാനകമായിരിക്കും. പിന്നീട് എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ എപ്പോഴൊക്കെ ഭാരതവുമായി യുദ്ധത്തിന് പാകിസ്ഥാൻ മുന്നോട്ട് വന്നിട്ടുണ്ടോ അന്നെല്ലാം തന്നെ തോറ്റോടി അവസാനം ആ തോൽവി സമ്മതിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു പാകിസ്ഥാനെയാണ് ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ കണ്ടിട്ടുള്ളത്. അങ്ങനെ തോൽവികൾ മാത്രം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ആ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും എന്തിനാണ് ഇങ്ങനെ ഒരു പ്രകോപനം സൃഷ്ടിച്ച് അടിയേറ്റ് വാങ്ങുന്നത് എന്ന് ഇന്ത്യ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പോലും ഇന്ത്യ അത് തന്നെയാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾ നിങ്ങളുടെ നാടിനെ ആക്രമിച്ചിട്ടില്ല, പകരം ഞങ്ങൾക്ക് നേരെ വന്ന ഭീകരർക്ക് നേരെയാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത്, അവരുടെ കേന്ദ്രങ്ങളിലാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത്, അവരെ മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്, പിന്നെന്തിനാണ് ഈ പ്രകോപനം എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഓരോ ഘട്ടങ്ങളിലും തിരിച്ചടിച്ചത്. ഇതിന്റെ പല മടങ്ങായി തിരിച്ചടിക്കാനുള്ള ശേഷി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് പാകിസ്ഥാന് എന്ന രാജ്യത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പ്രത്യേകിച്ച് അന്തഃഛിദ്രങ്ങൾ കൊണ്ട് ഏതാണ്ട് പൂർണ്ണമായും തന്നെ നിലതെറ്റിയിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അവിടെ ഭരണ നേതൃത്വങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ല. നേരെ മറിച്ച് ഭാരതമാകട്ടെ ഇത്തരം കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. ഭാരതം ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഡ്രോണുകളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലും മലക്കം മറിയുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് നമ്മൾ കണ്ടു. കൃത്യമായി ആർക്കും അവിടെയുള്ള ഒരു നേതൃത്വത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും കൃത്യമായി അറിയാൻ കഴിയുന്നില്ല. പാകിസ്ഥാന്റെ 100 കിലോമീറ്ററോളം അകത്തേക്ക് ഇന്ത്യൻ ഡ്രോണുകൾ കടന്നെത്തി എന്ന്, അത് തടഞ്ഞു എന്നുമെല്ലാമാണ് ഒരിടത്ത് പറയാനായത്. എന്നാൽ അതേ സമയത്ത് തന്നെ അത് പറഞ്ഞത് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ആണ് എങ്കിൽ അതിനെ പോലും തള്ളിക്കൊണ്ട് മറ്റൊരാൾ പറയുന്നു. അതായത് അവിടുത്തെ പ്രതിരോധ മന്ത്രി ഗോജ ആസിഫ് പാർലമെന്റിൽ പറയുന്നു, തങ്ങൾക്ക് തടയാനായില്ല, ഇന്ത്യൻ ഡ്രോണുകൾ വന്നത് 35,000 അടി ഉയരത്തിലാണ്, അവ തിരിച്ചറിയാൻ പ്രയാസമായ വിധം അത്യാധുനിക സൗകര്യങ്ങൾ, അതായത് ഭാരതത്തിന്റെ അത്യാധുനിക സൗകര്യങ്ങളെ അവിടെ പ്രശംസിക്കുന്നു
തെളിയിക്കുക കൂടിയാണ് പാകിസ്ഥാൻ ചെയ്തത്. തങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അത്രയധികം ഉയരത്തിലാണ് വന്നു പോയത് എന്ന് പറയുന്നു. അതേ ഘട്ടത്തിൽ തന്നെ മറ്റൊരാൾ പറയുന്നു, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സമയത്ത് ഇതേ ആൾ തന്നെ പറയുന്നു അത് തങ്ങളുടെ ഒരു ബുദ്ധിപൂർവമായ നീക്കമായിരുന്നു, തടയാതിരുന്നത് ഒരു തന്ത്രമായിരുന്നു, തങ്ങളുടെ വിവരങ്ങൾ നഷ്ടപ്പെടുന്നത് തടയാനുള്ള ഒരു നീക്കമായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. അവിടെ ഭാരതത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അഭിമുഖങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നു. അതേ സമയത്ത് തന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വിഴുങ്ങി മറ്റൊരു കാര്യങ്ങൾ പറയുന്ന നേതൃത്വത്തെയാണ് പറയുന്നത്. അത് പാക് ലഫ്റ്റനന്റ് ജനറൽ ആണെങ്കിലും പ്രതിരോധ മന്ത്രി ആണെങ്കിലും എല്ലാം തന്നെ അത്തരത്തിൽ തന്നെയാണ്. ആ ഒരു പ്രദേശത്ത് നിന്ന് മാറി നിൽക്കുന്ന, ഭയപ്പാടോടെ മാറി നിൽക്കുന്ന ഒരു പാക് പ്രധാനമന്ത്രിയെ നമുക്ക് കാണുന്നു. അത്തരം സാഹചര്യങ്ങളിൽ എന്നാൽ ഭാരതം ഒരു ശക്തമായ തിരിച്ചടിയിലേക്ക് പോയിരിക്കുന്നു ഈ ഘട്ടത്തിൽ എന്നത് തന്നെയാണ്. കാരണം കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകി ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക്, പ്രകോപനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു തിരിച്ചടി അത് ശക്തമാണ് എന്ന് തന്നെ മനസ്സിലാക്കി കൊടുത്തു. എന്നാൽ അത് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിശൂന്യരായ ആ നേതൃത്വം അക്കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. തങ്ങളുടെ ജനങ്ങളെ വീണ്ടും ഇരകളാക്കിക്കൊണ്ട്, കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത്തരം ചതിയുടെ, തന്ത്രങ്ങളുടെ, കുതന്ത്രങ്ങളിൽ ഒന്നും തന്നെ അവർക്ക് പുത്തരിയായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് യാത്രാ വിമാനങ്ങളെ പോലും ഒരു കവചമാക്കി മാറ്റിക്കൊണ്ടുള്ള നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. യാത്രാ വിമാനങ്ങളെ സാധാരണ നിലയിൽ ഏത് യുദ്ധനീതിയിലും പാലിക്കുന്ന ചില ചട്ടങ്ങളുണ്ട്, യുദ്ധനീതിയുണ്ട്, പാലിക്കേണ്ട യുദ്ധനീതിയുണ്ട്. അത് പാലിക്കാൻ പാകിസ്ഥാൻ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. യാത്രാ വിമാനത്തെ മറയാക്കിക്കൊണ്ടുള്ള അത്തരം തന്ത്രങ്ങൾ പാകിസ്ഥാൻ പ്രയോഗിക്കുന്നു. അതിനെ കവചമാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു. ആക്രമണ ശ്രമം, കാരണം ഭാരതം തിരിച്ചടിക്കുന്ന ഘട്ടത്തിൽ അതുവഴി യാത്രാ വിമാനങ്ങളെ കടത്തി വിട്ടുകൊണ്ട് സാധാരണ ജനങ്ങളുടെ, യാത്രക്കാരുടെ ജീവനല്ല മറിച്ച് അവിടെ ഇത്തരത്തിലുള്ള ചില ആളിപ്പോകുന്ന തന്ത്രങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് വിശ്വസിക്കുന്ന ഒരു ജിജീഷിലേക്ക് വരാം. സിർസയിൽ പാകിസ്ഥാന്റെ മിസൈൽ തകർത്തിട്ടുണ്ട് ഭാരതം. അത് ഡൽഹിയെ ഉന്നം വെച്ച മിസൈലാണെന്ന സംശയം വരുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പാടില്ലാത്തത്, അരുതാത്തത് സംഭവിക്കുമ്പോഴാണ് ഭാരതം കൂടുതൽ ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കാൻ പോകുന്നത്.